നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഖത്തറിനുമേൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ദോഹയിലുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. പലസ്തീൻ സംഘർഷത്തിലെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തറിലെ മലയാളികളും ആശങ്കയിൽ. നേപ്പാളിൽ ആളിക്കത്തി യുവജന പ്രക്ഷോഭം. KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ചു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചതായി റിപ്പോർട്ട്. ജൻസിയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ വിലക്കിനെ തുടർന്ന് നേപ്പാൾ പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതി സമുച്ചയത്തിനും തീയിട്ടു. ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ബാലേന്ദ്ര ഷായെ ഇടക്കാല സർക്കാരിന്റെ തലവനാക്കണമെന്ന ആവശ്യവുമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം. NDAയുടെ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. 767-ൽ 452 വോട്ട് നേടി വിജയം. ഇന്ത്യ സഖ്യത്തിന്റെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് നേടാനായത് 300 വോട്ടുകൾ മാത്രം. ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന ആക്ഷേപം. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. നടപടി രാഷ്ട്രപതിയുടെ റഫറൻസിൽ നടന്ന വാദത്തിനിടെ. ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ലെന്ന് തെലങ്കാന സർക്കാർ. റഫറൻസിൽ മേൽ നാളെയും വാദം തുടരും. പ്രളയം നാശം വിതച്ച പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. പഞ്ചാബിന് 1600 കോടിയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും അനുവദിച്ചു. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി നരേന്ദ്രമോദി. ലഡാക്കിലെ സിയാച്ചിൻ ഗ്ലേസിയറിലെ സൈനിക ക്യാമ്പിൽ ഹിമപാതം. 3 സൈനികർക്ക് വീരമൃത്യു, 1 സൈനികനെ രക്ഷപ്പെടുത്തി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്രസ്ഫോടനം നടന്നത്. ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന കെട്ടിടം തകർത്തതായാണ് റിപ്പോർട്ട്. ഇതോടെ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ വസിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ അശാന്തിയുടെ നിഴലിലായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാർ നീക്കങ്ങൾക്ക് പിന്നാലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഖത്തറിനുമേൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നത്. ഖത്തർ പ്രാദേശിക സമയം വൈകിട്ട് 4 മണിയോടെയാണ് തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ ഉന്നത നേതാവും ഖത്തർ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായ ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവരെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത്. ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഖത്തറും കെയ്റോയും കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം സംബന്ധിച്ച മധ്യസ്ഥ ചർച്ചകൾ നടന്നത്. ഇന്നുണ്ടായ ആക്രമണത്തോടെ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തർ അറിയിച്ചു. ആക്രമണത്തിൽ ഇസ്രയേൽ ലക്ഷ്യം വെച്ച ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. എന്നാൽ ആക്രമണത്തെ അതിജീവിക്കാനായെന്ന് ഹമാസിനെ ഉദ്ധരിച്ച് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ താമസ കേന്ദ്രങ്ങൾ ഉള്ളയിടത്താണ് ആക്രമണം നടന്നത് എന്നതും പ്രധാനമാണ്. സിവിലിയൻസിന് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. ഖത്തറിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. സൗദി, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ച് പ്രസ്താവന പുറത്തിറക്കി. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഖത്തറിന് UAEയുടെ നിരുപാധിക പിന്തുണയുണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ബിൻ മുഹമ്മദ് ഗർഗാഷ് വഞ്ചനാപരമായ ആക്രമണമെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. പൂർണ്ണ ഹൃദയത്തോടെ ഖത്തറിനൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഖത്തറിലെ US പൗരന്മാർക്ക് US ജാഗ്രതാ നിർദ്ദേശം നൽകി. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അമേരിക്കൻ പൗരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ സംഭവവികാസങ്ങൾ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖല സംഘർഷത്തിലേക്കും അശാന്തിയിലേക്കും നീങ്ങുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. നേപ്പാളിൽ ആളിക്കത്തി ജൻസി പ്രക്ഷോഭം. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും പ്രക്ഷോഭകാരികൾ തീയിട്ടു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ച് കാഠ്മണ്ഡു വിട്ടു. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖാനലിന്റെ വസതിക്ക് കലാപകാരികൾ തീയിട്ടു. പൊള്ളലേറ്റ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു.
സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചിട്ടും ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ അതിരൂക്ഷമാവുകയാണ്. പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതിക്കും തീയിട്ട പ്രവർത്തകർ നിരവധി കെട്ടിടങ്ങളും നശിപ്പിച്ചു. ദങ്കാധി ജയിലിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രക്ഷോഭകർ നൂറുകണക്കിന് തടവുകാരെയാണ് മോചിപ്പിച്ചത്. പ്രധാനമന്ത്രി രാജിവെച്ചൊഴിയണം എന്ന പ്രക്ഷോഭകാരികളുടെ ആവശ്യത്തിന് പിന്നാലെ ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഓലി രാജിക്കത്ത് നൽകിയത്. കാഠ്മണ്ഡു വിട്ട ഓലിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് സൈന്യം. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖാനലിന്റെ വീടിന് കലാപകാരികൾ തീയിട്ടു. ഗുരുതരമായി പൊള്ളലേറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. മുൻ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദേവൂബയുടെ വീടിന് നേർക്കും ധനമന്ത്രി പൗഡേലിക്ക് നേർക്കും അതിക്രമം ഉണ്ടായി. നിരവധി മന്ത്രിമാരാണ് രാജിവെച്ചത്. ഇവരെ സൈന്യം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇവരുടെ സ്വകാര്യ വസതിയടക്കം പ്രക്ഷോഭകാരികൾ ആക്രമിച്ചു. കാഠ്മണ്ഡുവിലെ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം ജൻസി പ്രക്ഷോഭത്തിൽ പ്രതികരണവുമായി ഇന്ത്യ രംഗത്തെത്തി. സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും നേപ്പാളിലുള്ള ഇന്ത്യക്കാർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിഷയങ്ങൾ ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം നേപ്പാളിൽ കുടുങ്ങിയ കോഴിക്കോട്ട് നിന്നുള്ള 40 അംഗ മലയാളി വിനോദസഞ്ചാരി സംഘം സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. കാഠ്മണ്ഡുവിലകപ്പെട്ട 40 അംഗ സംഘത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികളെടുക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായും ജോർജ് കുര്യൻ അറിയിച്ചു. 19 പേരാണ് ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് മരിച്ചത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിലെ ഡാർച്ചനിൽ കുടുങ്ങിപ്പോയ മലയാളികൾ ഉൾപ്പെടുന്ന 3000-ലധികം കൈലാസ് മാനസ് സരോവർ യാത്രികരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉറപ്പു നൽകി. നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന കോഴിക്കോട് മുക്കം സ്വദേശികൾ സുരക്ഷിതരാണെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ജോർജ് കുര്യന്റെ ഓഫീസ് അറിയിച്ചു. നേപ്പാൾ സംഘർഷ മേഖലയിലെത്തിയ മലയാളി ടൂറിസ്റ്റ് സംഘമാണ് കുടുങ്ങിയത്. കോഴിക്കോട്, മുക്കം, കൊടിയത്തൂർ, കൊടുവള്ളി, അരീക്കോട് ഭാഗത്തുള്ള 40ഓളം ആളുകളാണ് ഇന്നലെ നേപ്പാളിലെത്തിയത്. കാഠ്മണ്ഡു, ഗോസാല ഭാഗത്താണ് മലയാളികൾ ഉള്ളത്. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. രാഷ്ട്രപതിയുടെ റഫറൻസിൽ നടന്ന വാദത്തിനിടെയായിരുന്നു കേരളം ഇക്കാര്യം പറഞ്ഞത്. ഗവർണർക്ക് പ്രത്യേക വിവേചന അധികാരമില്ലെന്ന് തെലങ്കാന സർക്കാർ വാദിച്ചു. നാളെയും വാദം തുടരും. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ മുൻ നിലപാടുകൾ ആവർത്തിക്കുകയാണ് കേരളവും തമിഴ്നാടും പഞ്ചാബും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചെയ്തത്. ഗവർണർ നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. ഗവർണർ ശത്രുതാ മനോഭാവത്തിലല്ല പ്രവർത്തിക്കേണ്ടതെന്നും പാസാക്കുന്ന ബില്ലുകളെക്കുറിച്ച് ഗവർണർക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ വാദിച്ചു. ബില്ലുകൾ റദ്ദാക്കപ്പെടുമ്പോൾ അതിൻ്റെ കാരണവും പറയണം. നിയമസഭയുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ഗവർണർക്ക് കഴിയില്ലെന്നും മന്ത്രിമാരുമായി ബില്ലിനെക്കുറിച്ച് സംസാരിച്ച ശേഷം ബില്ല് തടഞ്ഞുവയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും കേരളം വാദത്തിൽ ചൂണ്ടിക്കാട്ടി. മുൻ ഗവർണർമാർ ബില്ലുകളുടെ കാര്യത്തിൽ മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി നിലനിർത്തണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത്. സമാന നിലപാട് തന്നെയാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും തെലങ്കാനയുമെല്ലാം ഉയർത്തിയത്. ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ലെന്ന് തെലങ്കാനയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നിരഞ്ജൻ റെഡ്ഡി പറഞ്ഞു. പൂർണ്ണമായ അധികാരമുള്ളത് മന്ത്രിസഭയ്ക്കാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം വാദിച്ചു. ഗവർണറുടെ അധികാരം സംബന്ധിച്ച് 2-അംഗ ബെഞ്ച് വിധി പ്രസ്താവിച്ചതാണ്. രാഷ്ട്രപതിയുടെ റഫറൻസിന്റെ ഭാഗമായി ആ വിഷയം പരിഗണിക്കേണ്ടെന്ന് പഞ്ചാബിനു വേണ്ടി ഹാജരായ അരവിന്ദ് P. ദത്താർ പറഞ്ഞു. ഇപ്പോഴുള്ള അധികാരങ്ങൾ വെച്ച് ഗവർണർ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പശ്ചിമ ബംഗാളിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രളയം നാശം വിതച്ച പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. പഞ്ചാബിന് 1600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയുമാണ് അനുവദിച്ചത്. 2 സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം നടത്തി മനസ്സിലാക്കി. മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ജമ്മു കശ്മീരിലെ സിയാച്ചിനിൽ സൈനിക ക്യാമ്പിലുണ്ടായ വൻ ഹിമപാതത്തിൽ 2 അഗ്നിവീറുകൾ ഉൾപ്പെടെ 3 സൈനികർ കൊല്ലപ്പെട്ടു. ഒരു കരസേനാ ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി. ഹിമപാതത്തിൽ കാണാതായവർക്കായി സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയുടെ വടക്കേ അറ്റത്ത് 20,000 അടി ഉയരത്തിലാണ് ഹിമപാതമുണ്ടായത്. മഹർ റെജിമെന്റിൽപ്പെട്ട സൈനികർ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. 5 മണിക്കൂറാണ് മരിച്ച സൈനികർ ഹിമപാതത്തിൽ കുടുങ്ങിയത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് ലഡാക്കിലെ സിയാച്ചിൻ. 2021 സിയാച്ചിനിൽ
ഹനീഫ് ഉപമേഖലയിലുണ്ടായ ഹിമപാതത്തിൽ 2 സൈനികർ മരിച്ചിരുന്നു. 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മറ്റ് സൈനികരെയും പോർട്ടർമാരെയും അന്ന് രക്ഷപ്പെടുത്തിയത്. 2019 വലിയ ഹിമപാതത്തിൽ 4 സൈനികരും 2 പോർട്ടർമാരും മരിച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലെ പാസ്പോർട്ട് വിസ കോൺസുലർ സെക്രട്ടറി അരുൺ കുമാർ ചാറ്റർജി റിയാദിൽ സന്ദർശനം നടത്തി. GCC അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ അസീസ് അൽ ഷുവൈഗുമായി കൂടിക്കാഴ്ച നടത്തി. 2024-28 വർഷത്തേക്കുള്ള ഇന്ത്യ GCC ജോയിന്റ് ആക്ഷൻ പ്ലാനിനെ കുറിച്ച് ചർച്ച നടത്തി. ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, സുരക്ഷ, കൃഷി, ഭക്ഷ്യസുരക്ഷ, ഗതാഗതം, ഊർജ്ജം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ സജീവമാക്കും. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ സമൂഹ പ്രതിനിധികളും അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കി. ചടങ്ങിൽ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കുവൈറ്റിൽ 965 പേരുടെ താമസ വിലാസങ്ങൾ തങ്ങളുടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. വീട്ടുടമകളുടെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലോ ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനാലോ ആണ് ഈ വിലാസങ്ങൾ നീക്കം ചെയ്തത്. ഈ നടപടിയിൽ ബാധിക്കപ്പെട്ട വ്യക്തികൾ 30 ദിവസത്തിനകം തങ്ങളുടെ വിലാസ വിവരങ്ങൾ പുതുക്കണമെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഓഫീസുകൾ സന്ദർശിച്ചോ സഹേൽ ആപ്ലിക്കേഷൻ വഴിയോ പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി അപേക്ഷകർ പുതിയ വിലാസത്തിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ പുതുക്കാത്തവർക്ക് ഒരാൾക്ക് 100 കുവൈറ്റ് ദിനാർ എന്ന നിരക്കിൽ പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രാജ്യത്ത് 1179 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള കണക്കുകളാണ് മന്ത്രാലയം പുറത്തുവിട്ടത്. വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി 31,395 ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫർവാനിയയിലാണ്. തൊട്ടുപിന്നിൽ തലസ്ഥാന ഗവർണറേറ്റ്, അഹമ്മദി, ജഹ്റ, ഹവല്ലി, മുബാറക്, അൽ കബീർ എന്നിവയാണ്. ഈ കാലയളവിൽ ട്രാഫിക് സ്റ്റേഷനുകളിൽ 65 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 40 പേരും ജഹ്റയിൽ നിന്നാണ്. അന്വേഷണങ്ങൾക്കായി 66 പിടികിട്ടാപ്പുള്ളികൾ, തിരിച്ചറിയൽ രേഖകളില്ലാത്ത 36 പേർ, മോഷണക്കേസിലെ 2 പ്രതികൾ, താമസരേഖകൾക്ക് കാലാവധി കഴിഞ്ഞ 126 വിദേശികൾ, വഴിയോര കച്ചവടക്കാർ, മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടവർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുവൈറ്റിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ജലാൽ അൽ തബ്തബായിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അംഗീകാരമില്ലാത്ത ഏതെങ്കിലും ബാഹ്യ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ആപ്ലിക്കേഷനുകൾ വഴിയോ ഏതെങ്കിലും വിധത്തിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നത് വിലക്കുന്നതാണ് ഉത്തരവ്. വിദ്യാർത്ഥികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളുടെ എല്ലാ വിവര സംഭരണ പ്രോസസ്സിംഗ് പ്രവർത്തനങ്ങളും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലും മാത്രമായി പരിമിതപ്പെടുത്തുവാനും ഉത്തരവിൽ ആവശ്യപ്പെടുന്നു. രാജ്യത്തെ എല്ലാ സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലും തീരുമാനം ബാധകമായിരിക്കും. സൗദിയിൽ കാണാതായ മലയാളിയെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റിയാദ് ഷിഫയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശി പുത്തൻ വീട്ടിൽ ശിവകുമാറിനെയാണ് സുലൈൽ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാർ ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതം വന്നതാണ് മരണകാരണം. ഇദ്ദേഹത്തെ കാണാനില്ലെന്നറിയിച്ച് സ്പോൺസർ അൽമനാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ജിദ്ദ നവോദയ ഖാലിദ് ബിൻ വലീദ് ഏരിയ കമ്മിറ്റി നവോദയ ഉത്സവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ജനബാഹുല്യം കൊണ്ടും വിവിധ പരിപാടികൾ കൊണ്ടും ഉത്സവ പ്രതീതിയായി. പരിപാടിയിൽ നടന്ന റാസ ലൈഫ് ഗസലും കല്ലു ആൻഡ് മാത്തു സ്പെഷ്യൽ കുക്കിംഗ് കോൺടെസ്റ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജിദ്ദ നവോദയ ഖാലിദ് ബിൻ വലീദ് ഏരിയ കമ്മിറ്റി നവോദയ ഉത്സവ് 2025 എന്ന പേരിൽ ജിദ്ദ അലിയാലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. പ്രശസ്ത ഗസൽ ഗായകൻ റാസ ലൈവ് ഗസൽ രാജ്യത്തെ കൊടുംചൂടിൽ കുളിർമയായി പെയ്തു. പരിപാടിയിൽ കല്ലു ആൻഡ് മാത്തു സ്പെഷ്യൽ കുക്കിംഗ് കോൺടെസ്റ്റും അവരുടെ വിവിധ സ്റ്റേജ് പരിപാടികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 6 ടീമുകൾ പങ്കെടുത്ത കുക്കറി കോൺടെസ്റ്റിൽ ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. നവോദയ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ മാവേലിക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജിജോ അങ്കമാലി അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരി ഷിബു തിരുവനന്തപുരം, പ്രസിഡന്റ് കിസ്മത്ത് മമ്പാട്, ട്രഷറർ CM അബ്ദുറഹ്മാൻ, അനുപമ ബിജുരാജ്, അനസ് ബാവ എന്നിവർ സംസാരിച്ചു. മുനീർ പാണ്ടിക്കാട്,
യൂസഫ് മേലാറ്റൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. പുണ്യനദിയായ പമ്പയിൽ നടന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ചിൽ മേലുകര പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതകോടി പള്ളിയോടവും ജേതാക്കളായി. ആചാരാനുഷ്ഠാനങ്ങൾക്കും താളത്തിലുമുള്ള തുഴച്ചിലിനും പുറമെ വേഗത കൂടി മാനദണ്ഡമാക്കിയായിരുന്നു വിജയികളെ തെരഞ്ഞെടുത്തത്. എന്നാൽ വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ പിഴവുണ്ടായെന്നാരോപിച്ച് ഇടശ്ശേരി മല പള്ളിയോടക്കാർ പ്രതിഷേധിച്ചു. പുണ്യനദിയായ പമ്പയിൽ നടന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ചിൽ മേലുകര പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. ആചാരാനുഷ്ഠാനങ്ങൾക്കും താളത്തിലുള്ള തുഴച്ചിലിനും പുറമെ വേഗത കൂടി മാനദണ്ഡമാക്കിയായിരുന്നു വിജയികളെ തെരഞ്ഞെടുത്തത്. എന്നാൽ വിജയികളെ പ്രഖ്യാപിച്ചപ്പോൾ പിഴവുണ്ടായി എന്നാരോപിച്ച് ഇടശ്ശേരി മല പള്ളിയോടക്കരക്കാർ പ്രതിഷേധിച്ചു. വാശിയേറിയ പോരാട്ടത്തിലാണ് ഇരു പള്ളിയോടങ്ങളും വിജയികളായത്. എ ബാച്ചിലെ ഫൈനൽ മത്സരത്തിൽ അയിരൂർ, മുല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക്, മേലുകര പള്ളിയോടങ്ങളാണ് മത്സരിച്ചത്. വാശിയേറിയ മത്സരത്തിനൊടുവിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പള്ളിയോടങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത്. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനലിൽ കോറ്റാത്തൂർ, കോടിയാട്ടുകര, ഇടപ്പാവൂർ, തൈമറവുംകര പള്ളിയോടങ്ങൾ അണിനിരന്നു. ബി ബാച്ചിലും അത്യന്തം വാശിയേറിയ മത്സരമാണ് നടന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ബി ബാച്ചിലും വിജയികളെ നിശ്ചയിച്ചത്. ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കുറിയന്നൂർ പള്ളിയോടവും ബി ബാച്ചിൽ വൻമഴി പള്ളിയോടവും വിജയികളായി. എ ബി ബാച്ചുകളിൽ ഏറ്റവും നന്നായി പാടിത്തുഴഞ്ഞ പള്ളിയോടത്തിനുള്ള ആർ ശങ്കർ സുവർണ ട്രോഫിക്ക് നെല്ലിക്കൽ പള്ളിയോടം അർഹത നേടി. എന്നാൽ വിജയിയെ പ്രഖ്യാപിച്ചപ്പോൾ പിഴവുണ്ടായി എന്നാരോപിച്ച് ഇടശ്ശേരിമല പള്ളിയോടക്കരക്കാർ പ്രതിഷേധിച്ചു. ആദ്യം 2ാം സ്ഥാനം നേടിയെന്ന് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് 4ാം സ്ഥാനക്കാരെന്ന് പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നാടും നഗരവും ഉത്സവലഹരിയിലാക്കി സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് സമാപനം. വെള്ളയമ്പലത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സാംസ്കാരിക ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകളും ആയിരങ്ങൾ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്രയും നഗരത്തെ വർണ്ണാഭമാക്കിയാണ് കടന്നുപോയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതോടെയാണ് ആട്ടും പാട്ടുമൊക്കെയായി നഗരത്തെ വർണ്ണലയങ്ങളിൽ ആറാടിച്ച സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ കുടുംബത്തോടൊപ്പമാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത്. ഫ്ളാഗ് ഓഫിന് ശേഷം ഗവർണറും മുഖ്യമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും പാളയത്തെത്തി VIP പവനിയിലിരുന്ന് വർണ്ണശബളമായ ഘോഷയാത്ര ആസ്വദിച്ചു. ആയിരത്തിൽ പരം കലാകാരന്മാർ അവതരിപ്പിച്ച സാംസ്കാരിക കലാരൂപങ്ങളും വിവിധ വകുപ്പുകളുടെ 60ലധികം പ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരന്നു. പൂക്കാവടി, ബാൻഡുമേളം, തെയ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, കോൽക്കളി, പാവപ്പൊലിമ തുടങ്ങിയവയ്ക്കൊപ്പം ഇന്ത്യൻ ആർമിയുടെ ബാൻഡുമേളവും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. വിദേശ വിനോദസഞ്ചാരികളുടെ പ്രത്യേക സംഘവും ഇത്തവണ ഘോഷയാത്ര കാണാനെത്തി. Far away from our home, but here hospitality and all that we saw, it's very wonderful. The celebration is very good. It's loud, it's lively, it's interesting, very creative. മാനവീയ മുതൽ കിഴക്കേക്കോട്ട വരെ നടന്ന ഘോഷയാത്ര വീക്ഷിക്കാൻ വിവിധയിടങ്ങളിലായി പവലിയനുകളും തയ്യാറാക്കിയിരുന്നു. വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് 7 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ജനപങ്കാളിത്തം കൊണ്ട് അത് ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പേരൂർക്കട മാല മോഷണ കേസിൽ വൻ വഴിത്തിരിവ്. മാല മോഷണം പോയിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. മാല വീട്ടുടമസ്ഥ ഓമന ഡാനിയേൽ വീടിനുള്ളിൽ മറന്നുവയ്ക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ജോലിക്കാരിയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥ മെനഞ്ഞുവെന്നും മറവി പ്രശ്നമുള്ള ഓമന ഡാനിയിൽ മാല സ്വന്തം വീടിനുള്ളിൽ വെച്ച് തന്നെ മറക്കുകയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കാണാതായ മാല വീടിന്റെ പിന്നിലെ ചവർകൂനയിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്ന പേരൂർക്കട പോലീസിന്റെ വാദം പൊളിക്കുന്നതാണ് കണ്ടെത്തൽ. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചത് ന്യായീകരിക്കാൻ
പോലീസ് മെനഞ്ഞ കഥയാണ് ചവർകൂനയിൽ നിന്നും മാല കണ്ടെത്തിയെന്നുള്ളത്. ബിന്ദുവിനെ അന്യായമായി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശിവകുമാറിന്റെ അറിവോടെയാണ്. രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ദളിത് യുവതിയെ മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സ്വർണം പരാതിക്കാരിയായ ഓമനയുടെ വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്നും കിട്ടിയെന്ന ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിച്ചതോടെ പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമൃത TV കുടുംബാംഗങ്ങളുടെ ഓണാഘോഷമായ അമൃതാഘോഷം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വഴുതക്കാടുള്ള ഫ്രീ മേസൺസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമൃത TV കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ആഘോഷം കളറാക്കി. കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി, അമൃത TV ഡയറക്ടർ R മഹാദേവൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ, സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ M കൃഷ്ണകുമാർ, ഫിനാൻസ് ഹെഡ് പത്മ ഗുരുമൂർത്തി, ടെക്നിക്കൽ ഹെഡ് ഗിരീഷ് കുമാർ, ഗ്രാഫിക്സ് OTT ഹെഡ് വിമൽ കുമാർ, HR ഹെഡ് രാധിക എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ പരിപാടികൾക്ക് തുടക്കമായി. വിശിഷ്ടാതിഥികളെ പൊന്നാട അണിയിച്ചാണ് സ്വീകരിച്ചത്. സ്വാമി ശിവാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും നമ്മുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഒന്നിച്ച് ഏകീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതം പൂർണ്ണമായി തീരത്തുള്ളൂ, സഫലമായി തീരത്തുള്ളൂ. ഈ ദേവതകളുടെയൊക്കെ അനുഗ്രഹം വേണം. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, കർമ്മേന്ദ്രിയ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും നല്ല രീതിയിൽ സമൂഹമായിട്ട് ഇടപെടാനും സാധിക്കും. ഓം അമൃതേശ്വരിയെ നമഃ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. അമൃത TV ബിസിനസ് ഹെഡ് R ശിവകുമാർ, അമൃത IAS അക്കാദമിയുടെ ഡയറക്ടർ S ജയകുമാർ മേനോൻ എന്നിവരും പരിപാടിയുടെ ഭാഗമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങളും നടന്നു. ലക്കി ഡ്രോ വിജയികൾക്ക് സമ്മാനവും നൽകി. വിഭവസമൃദ്ധമായ സദ്യയും ആഘോഷങ്ങളുടെ രുചിക്കൂട്ടായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പഠനത്തിരക്കുകൾക്കിടയിൽ ഓണം ആഘോഷമാക്കി അമൃത IAS അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഡോക്ടർ അരുൺ S നായർ IAS ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വഴുതക്കാടുള്ള അമൃത IAS അക്കാദമിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബ്രഹ്മചാരി ധ്യേയാമൃത ചൈതന്യ, അമൃത IAS അക്കാദമിയുടെ ഡയറക്ടർ S ജയകുമാർ മേനോൻ, ഗീത ജയകുമാർ, അക്കാദമിയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അർജുൻ പയ്യൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പരിപാടി ഡോക്ടർ അരുൺ S നായർ IAS ഉദ്ഘാടനം ചെയ്തു. അമൃത IAS അക്കാദമിയുമായുള്ള ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമൃതയുമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഓർമ്മ 2020 ജനുവരി മാസത്തിൽ ഇവിടെ ഒരു മോക്ക് ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഞാൻ ക്ലിയർ ചെയ്ത വർഷം. അപ്പോൾ അതിനുശേഷം റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒരു തവണ കൂടി വന്നിരുന്നുവെങ്കിലും ഏറ്റവും ദീപ്തമായിട്ടുള്ള ഓർമ്മ 2020 ഇൻ്റർവ്യൂ സമയത്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആസ്പിരൻറ്റ് ടു ഓഫീസർ ട്രാൻസ്ഫർമേഷനൊക്കെ ആയെങ്കിലും ഇപ്പോഴും അതേ പേടിയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ പെട്ടെന്ന് എനിക്കതാണ് തോന്നിയത്. കയറിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ എന്ത് ചൊറി കിട്ടും എന്ന് ആലോചിച്ച് കയറി വന്ന അതേ ഒരു ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത്. എന്തായാലും നിങ്ങളെ എല്ലാവരെയും ഈ ഓണത്തിന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു.
വിഭവസമൃദ്ധമായ സദ്യയോടുകൂടിയാണ് ഓണാഘോഷം സമാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫിഡെ ഗ്രാൻഡ് സ്വിസിന്റെ 5ാം റൗണ്ടിൽ ഇന്ത്യയുടെ ഡി ഗുകേഷിന് പരാജയം. അമേരിക്കക്കാരനായ ഇന്ത്യൻ വംശജൻ 16-കാരൻ അഭിമന്യു മിശ്രയാണ് ഗുകേഷിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മിശ്ര മാറി. ചെസ് ചരിത്രത്തിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും മിശ്രയാണ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.